എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സരിക. ഞാൻ എടുക്കുന്ന വിഷയം കെമിസ്ട്രി. ഞാൻ ഇന്ന് +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, എന്താണ് പേര്? സ്ട്രക്ചർ ഓഫ് ആറ്റം. ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമ്മുടെ +1 പോർഷൻസിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ചൊരു സീരിയസ്നെസ്സോടെ ഈ ചാപ്റ്റർ കാണണം. ഓക്കെ, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ കുറച്ചൊരു ടഫ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറിയെ കുറിച്ചാണ്. എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറിയെ കുറിച്ചാണ്. മക്കൾക്ക് എല്ലാവർക്കും അറിയാം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിസ്കവറിക്ക് വഴിതെളിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഡിസ്കവർ ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, മക്കളെല്ലാവരും ഫസ്റ്റ് ചാപ്റ്ററിലും അതിന് മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിക്ക് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് എന്താ പറയുക കൺസർവേഷൻ ഓഫ് മാസ് എന്നിങ്ങനെയുള്ള ലോസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു അല്ലേ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരുടെ തിയറിനെ കൊണ്ട് സാധിച്ചു? ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിനെ കൊണ്ട് സാധിച്ചു. പക്ഷേ വേറെ പല എക്സ്പെരിമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റിയിട്ടില്ല? ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിനെ കൊണ്ട് പറ്റിയില്ല. ഓക്കെ, സോ ദാറ്റ് വാസ് എ മേജർ ഡ്രോബാക്ക് ഓഫ് ഡാൽട്ടൻസ് അറ്റോമിക് തിയറി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡാൽട്ടൻ എന്താണ് പറഞ്ഞത്, എന്താണ് ആറ്റത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ഓഫ് മാറ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. അപ്പം ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു നിങ്ങൾക്കിപ്പോൾ ആലോചിച്ചറിയാം ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണോ? അല്ല, ആറ്റം എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ്. അതിനകത്ത് ഇനിയും പാർട്ടിക്കിൾസ് ഉണ്ട്, സബ്-അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ. പക്ഷേ ഡാൽട്ടൻ എന്താണ് പറഞ്ഞത്? ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡാൽട്ടൻ്റെ തിയറിയുടെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? എന്താ? ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലൈക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് സാധിച്ചു? ഡാൽട്ടനെ കൊണ്ട് സാധിച്ചു. പക്ഷേ വേറെ പല എക്സ്പെരിമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാൽട്ടൻ്റെ തിയറിയെ കൊണ്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചതാണ് അല്ലേ. വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് പഠിച്ചതാണ് അല്ലേ. ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ആൾ അല്ലേ. അപ്പോൾ മൈക്കൽ ഫാരഡേയും അതേപോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റു ശാസ്ത്രജ്ഞന്മാരും ഇവർ ചെയ്ത ഒരു പരീക്ഷണത്തിൽ നിന്നാണ് ശരിക്കും ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഓക്കെ, മൈക്കൽ ഫാരഡേയും അതേപോലെയുള്ള മറ്റു ശാസ്ത്രജ്ഞന്മാരും പാർഷ്യലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ട്യൂബുകളിൽ, എന്താണ് പാർഷ്യലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ട്യൂബുകളിൽ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. എന്താണ്? മൈക്കൽ ഫാരഡേയും അതുപോലുള്ള മറ്റു ശാസ്ത്രജ്ഞന്മാരും എന്താണ് പാർഷ്യലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ട്യൂബുകളിൽ പരീക്ഷണം നടത്താൻ, അതായത് പാർഷ്യലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ട്യൂബുകളിലുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജിനെ കുറിച്ച് പഠനം നടത്താൻ തുടങ്ങി. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മൈക്കൽ ഫാരഡേ അതുപോലെയുള്ള മറ്റ് ശാസ്ത്രജ്ഞന്മാരും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരും പാർഷ്യലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ട്യൂബുകളിലുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഇവാക്വേറ്റഡ് ട്യൂബാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. എന്താണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഓക്കെ, അപ്പോൾ ഏത് പരീക്ഷണമാണ് ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിക്ക് കാരണമായത് എന്ന് ചോദിച്ചാൽ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുള്ള പരീക്ഷണം എന്ന് പറയണം.
ഓക്കെ, സോ ഞാൻ പറയുന്നു എന്താണ് പാർഷ്യലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ട്യൂബുകളിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. അത്തരത്തിലുള്ള ഒരു ഇവാക്വേറ്റഡ് ട്യൂബാണ് എന്താണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിലാണ് അവർ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഓക്കെ, ഞാനിപ്പോൾ ബോർഡിൽ വരച്ചിരിക്കുന്നത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബാണ്. ഓക്കെ, ഇതൊരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ട്യൂബാണ്. ഓക്കെ, ഈ ട്യൂബ് എന്തുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്? ഒരു വാക്യൂം പമ്പുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. വാക്യൂം നമ്മൾ പറഞ്ഞു പാർഷ്യലി ഇവാക്വേറ്റ് ചെയ്ത ട്യൂബാണെന്ന്. അപ്പോൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു വാക്യൂം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണുള്ളത്? ഒരു ഹൈ വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ 2 ഇലക്ട്രോഡുകളുണ്ട്, ഒരു ആനോഡുമുണ്ട് ഒരു കാഥോഡും ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ കാഥോഡും ഒരു ആനോഡുമുണ്ട്, പിന്നെ ഒരു വാക്യൂം പമ്പിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണത്? പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള കാര്യം അറിയാലോ. ഓക്കെ, പിന്നെ ഒരു ഹൈ സോഴ്സ് വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. Okay, it's a tube which is made up of glass which has 2 electrodes, anode and cathode, and it is connected to a high source of voltage, and this tube is connected to a vacuum pump to adjust the pressure. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരീക്ഷണം നടത്തിയപ്പോൾ ഇങ്ങനെ ഈ ട്യൂബുകളിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. അപ്പോൾ അവർ കണ്ടതെന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റുകൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ ലോ പ്രഷറിലും വളരെ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴും വളരെ ലോ പ്രഷറിലും വളരെ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴും എന്ത് സംഭവിച്ചു തുടങ്ങി? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്, അതായത് ഈ ഇതിൻ്റെ ട്യൂബിനകത്ത് ഗ്യാസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസസ് എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ കറണ്ട് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. എന്താണ്? വളരെ ലോ പ്രഷർ അപ്ലൈ ചെയ്തപ്പോഴും ഹൈ വോൾട്ടേജിലും എന്ത് സംഭവിച്ചു? ചില പാർട്ടിക്കിൾസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് സംഭവിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ ഞാൻ പറയുന്നു, വളരെ ലോ കണ്ടീഷൻ മറക്കരുത് കേട്ടോ. വളരെ ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും മാത്രമാണ് ഇത് കണ്ടത്. എന്ത് കണ്ടത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. എവിടെ നിന്ന് എങ്ങോട്ട്? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്. എപ്പോൾ? വളരെ ലോ പ്രഷറും വളരെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോഴും എന്ത് സംഭവിച്ചു തുടങ്ങി? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് സംഭവിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്തത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് മൂവ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ റേസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ. ആൻഡ് ദീസ് ആർ നോട്ട് സീൻ ബൈ അവർ നേക്കഡ് ഐ അല്ലേ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇതിപ്പോൾ കാഥോഡും ഇത് ആനോഡുമാണ് അല്ലേ. അപ്പോൾ ഈ ആനോഡിൽ ഇവരെന്ത് ചെയ്തു? ഹോൾസ് ഉണ്ടാക്കി. എന്തുണ്ടാക്കി? ഹോൾസ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ട്യൂബിൻ്റെ, അതായത് ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഈ ഭാഗം എന്ത് വെച്ച് കോട്ട് ചെയ്തു? അവർ ഫോസ്ഫോറസെൻറ്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്താണ് ചെയ്തത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് നിരീക്ഷിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ഈ ആനോഡിൻ്റെ ഭാഗത്ത് ആനോഡിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ആനോഡിൻ്റെ അടുത്തുള്ള ആ ട്യൂബിൻ്റെ ഭാഗത്ത് ഫോസ്ഫോറസൻ മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തു. ഓക്കെ, ഫോസ്ഫോറസൻ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണ്? ഫോസ്ഫോറസൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് കാണപ്പെടും? ഡാർക്ക് സ്പോട്ട്സ് കാണപ്പെടും. അതായത് എന്തെങ്കിലും ഒരു റേസ് തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട്സ് ഉണ്ടാകും. ഓക്കെ, ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് അവർ ചെയ്തത്? കാരണം ഈ റേസ്, അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് പ്രവഹിക്കുന്ന ഈ റേസ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നു? ഏത് ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? ആനോഡിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി ആ ഭാഗം എന്തുകൊണ്ട് കോട്ട് ചെയ്തത്? ഫോസ്ഫോറസൻ മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തത്. ഓക്കെ, അത്തരത്തിലുള്ള ഫോസ്ഫോറസൻ മെറ്റീരിയലാണ് സിങ്ക് സൾഫൈഡ്. എന്താണ്? ZnS. ഓക്കെ, അപ്പോൾ ZnS എന്തിനുള്ളൊരു ഉദാഹരണമാണ്? ഫോസ്ഫോറസൻ മെറ്റീരിയലിനുള്ളൊരു ഉദാഹരണമാണ്. ഓക്കെ, എന്തിനാണ് ഫോസ്ഫോറസൻ മെറ്റീരിയലിനെ കൊണ്ട് കോട്ട് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. യെസ്.
ഓക്കെ, അപ്പോൾ പറയൂ, എവിടുന്ന് എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്തത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് മൂവ് ചെയ്തത്. പാർട്ടിക്കിൾസ് എവിടുന്ന്, സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് എവിടുന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഇവരെ എന്ത് വിളിച്ചു? ഈ റേസിനെ കാഥോഡ് റേസ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് കാഥോഡ് റേസ് എന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിക്ക് കാരണമായ പരീക്ഷണം എന്താണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് അല്ലേ? അപ്പോൾ ഇതിൽ എന്താണ് ഉപയോഗിച്ചത്? ഒരു കാഥോഡും ആനോഡും ഉപയോഗിച്ചു അല്ലേ? പിന്നെ ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും എന്ത് സംഭവിച്ചു? സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്, അതായത് നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ? എപ്പോൾ മാത്രമേ സംഭവിച്ചുള്ളൂ? ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും. യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കാഥോഡ് റേസിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇസ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് കാഥോഡ് റേസ്. ഓക്കെ, ഈ പരീക്ഷണത്തിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിൽ നിന്നും സയൻറ്റിസ്റ്റുകൾ ഡിറൈവ് ചെയ്ത ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ബൈ ഹാർട്ടായിട്ട് പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഈ പരീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒബ്സർവേഷൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, കാഥോഡ് റേസ് മൂവ് ചെയ്തത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡിലേക്കാണ്. അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് മൂവ് ചെയ്തത്. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് റിസൾട്ട് ഓഫ് ദി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? ദ റേസ് മൂവ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഓക്കെ, so what is the first observation? The rays move from, അല്ലെങ്കിൽ travel from cathode to anode. ഇതാണ് ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? രണ്ടാമത്തെ റിസൾട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദീസ് റേസ് ആർ നോട്ട് സീൻ ബൈ അവർ നേക്കഡ് ഐ അല്ലേ? നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരെ എന്തുപയോഗിച്ച് നമുക്ക് കാണാൻ, എന്തുപയോഗിക്കണം നമുക്ക് ഇവരെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതൊക്കെ കാണണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? ഫോസ്ഫോറസന്റ് മെറ്റീരിയലിൻ്റെ സഹായം വേണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദീസ് റേസ് ആർ നോട്ട് സീൻ ബൈ അവർ നേക്കഡ് ഐ. ദേ കൻ ബി ഓൺലി സീൻ, അല്ലെങ്കിൽ their movement can only be detected by using a phosphorescent material. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ പ്രസൻസ് ഇല്ലാത്തപ്പോൾ, അതായത് ആബ്സെൻസിൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ ആബ്സെൻസിൽ ഇവ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസിലാണ്. കാഥോഡ് റേസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻസിലാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നും ഇല്ലാത്തപ്പോൾ ഈ റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസിലാണ്. സോ വാട്ട് ഇസ് ദ തേർഡ് പോയിന്റ്? ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മക്കൾക്ക് ഇപ്പോൾ ഈ 3 പോയിന്റ്സ് മനസ്സിലായില്ലേ? എന്താണ് അടുത്ത പോയിന്റ്സ് ഞാൻ പറയാം കേട്ടോ. 3 പോയിന്റ്സ് മനസ്സിലായില്ലേ? എന്താണ്? റേസ് ട്രാവൽ ചെയ്യുന്നത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേ കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐസ് അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട്, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. അവരുടെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഒരു ഫോസ്ഫോറസന്റ് മെറ്റീരിയലിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? മൂന്നാമത്തെ കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ ആബ്സെൻസിൽ ഇവ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസിലാണ് അല്ലേ? ഈ 3 പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? യെസ്. നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. നമ്മളിപ്പോൾ 3 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. നാലാമത്തെ പോയിന്റ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ ഇവ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും വെച്ചാൽ ട്രാവൽ ചെയ്യുക, അതേപോലെ തന്നെയാണ് ഈ കാഥോഡ് റേസും ട്രാവൽ ചെയ്യുന്നത് എന്ന്. അതായത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ വെച്ചാൽ എങ്ങനെയുണ്ടാവും? അവരെങ്ങനെയാണോ ട്രാവൽ ചെയ്യുക അതേപോലെ തന്നെയാണ് ഈ കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ? കാഥോഡ് റേസ് അല്ലെങ്കിൽ ബിഹേവ് ആസ് സെയിം ആസ് ഇറ്റ് ഓഫ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെൻ ദേ ആർ കെപ്റ്റ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും വെക്കുമ്പോൾ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ദ സെയിം വേ ആണ് ഈ കാഥോഡ് റേസും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇലക്ട്രോഡ്
ട്യൂബുകൾ, അതായത് നമ്മുടെ കാഥോഡും ആനോഡും എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ കാഥോഡ് റേ ട്യൂബിലുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? അതായത് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസ് ഏതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആ ഇലക്ട്രോഡുകൾ ഏത് മെറ്റീരിയലിനെ കൊണ്ടാണോ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദ പ്രോപ്പർട്ടീസ്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപ്പെൻഡ് upon the material of the electrode and also the nature of the gas present inside the tube. ഓക്കെ, അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ 5 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? 5 പോയിന്റ്സും ക്ലിയർ ആയില്ലേ? എന്താ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് അല്ലേ? രണ്ടാമത്തെ കാര്യം എന്താണ്? ദേ കനോട്ട് ബി സീൻ ബൈ ദി നേക്കഡ് ഐ അല്ലേ? നമുക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബിഹേവിയർ മനസ്സിലാവണമെങ്കിൽ വി ഹാവ് ടു യൂസ് എ ഫോസ്ഫറസൻ മെറ്റീരിയൽ അല്ലേ? മൂന്നാമത്തെ കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആബ്സെൻസിൽ ഇവർ ട്രാവൽ ചെയ്യുന്നത് സ്ട്രേറ്റ് ലൈൻസിലാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ലേ? പിന്നെ കാഥോഡ് റേസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇലക്ട്രോഡ്സിന്റെ മെറ്റീരിയലിനെയോ അതേപോലെ തന്നെ ആ ഗ്യാസിന്റെ മീൻസ് ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. മക്കളെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കാഥോഡ് റേസിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ കാഥോഡ് റേസ് ബിഹേവ് ചെയ്യുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? സിംപ്ലി ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലേ? അപ്പോൾ അതിന് എന്താണ് പേര് കൊടുത്തത്? ഇലക്ട്രോൺ എന്ന് പേര് കൊടുത്തു. ആര്യോ? ജെ തോംസൺ എന്ന് പറയുന്ന ആൾ അല്ലേ? അതേപോലെ തന്നെ ജെ തോംസൺ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത്, ഇ എന്ന് പറയുന്നത് ചാർജ് ആണ് കേട്ടോ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ME എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഈ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് 1.758820 × 10⁻11 കൂളും കിലോഗ്രാം ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. ആര്? ജെ തോംസൺ പറഞ്ഞു. ഓക്കെ, എന്താണ് ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത്? ഇത്രയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ മില്ലിക്കൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, R.I. മില്ലിക്കൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് പറഞ്ഞു? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻19 കൂളും. ഇത് പഠിക്കണേ, 19 കൂളും ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻19 കൂളും ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് രണ്ടും കൂടെ, അതായത് ചാർജ് ടു മാസ് റേഷ്യോയും ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നതും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഡിറ്റർമൈൻ ചെയ്തു? മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഡിറ്റർമൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ജെ തോംസൺ എന്ന് പറയുന്ന ആള് ചാർജ് ടു മാസ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്തു. R.I. മില്ലിക്കൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഡിറ്റർമൈൻ ചെയ്തത്? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്ന് ഡിറ്റർമൈൻ ചെയ്തു അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ? എന്താണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്? E അറിയാം, E/me അറിയാം അല്ലേ? അപ്പോൾ me കണ്ടുപിടിച്ചൂടെ? സോ E ഡിവൈഡഡ് ബൈ E/me, ഈ രണ്ട് വാല്യൂസും കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 9.1094 × 10⁻⁻31. ഓക്കെ, എന്താണ് 9.1094 × 10⁻⁻31 കിലോഗ്രാം. ഇത് പഠിക്കണേ, ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും പഠിക്കണം, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജും പഠിക്കണം, ഇലക്ട്രോണിൻ്റെ മാസും പഠിക്കണം. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്കവറി ഓഫ് പ്രോട്ടോണിനെ കുറിച്ചാണ് കേട്ടോ. ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത് എന്താണ്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഡിസ്കവറി ഓഫ് പ്രോട്ടോണിനെ കുറിച്ച് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചില്ലേ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് അല്ലേ? അങ്ങനെയുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് നടന്ന പരീക്ഷണങ്ങളിൽ നിന്നാണ് പ്രോട്ടോണുകളുടെ ഡിസ്കവറി ഉണ്ടാകുന്നത്. എന്താണ്? മോഡിഫൈഡ് ആയിട്ടുള്ള കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിൽ നിന്നാണ് എന്താണ് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിനെ എന്താ വിളിച്ചത്? കാഥോഡ് റേസ് എന്നല്ലേ വിളിച്ചത്? അതേപോലെ നമ്മൾ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്നത് കനാൽ റേസ് എന്നാണ്. എന്താ വിളിക്കുക? കനാൽ റേസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കനാൽ റേസിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് നോക്കാം. ഓക്കെ, 1 by 1 നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് കാഥോഡ് റേസിൻ്റെ പ്രത്യേകത എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് കനാൽ റേസിൻ്റെ, അതായത് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയാലോ. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്
കനാൽ റേസ്, അതായത് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ആ ട്യൂബിലുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കാഥോഡ് റേസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ കാഥോഡ് റേസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതിന് നേരെ തിരിച്ചാണ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ കനാൽ റേസിൻ്റെ പ്രത്യേകത. കനാൽ റേസിൻ്റെ പ്രത്യേകത എന്താണ്, അവ എന്തിന്, അതായത് അവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ് അല്ലെങ്കിൽ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് ഇൻസൈഡ് ദി ട്യൂബ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താണ് ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഗ്യാസ്, അതായത് ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദ സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ കാഥോഡ് റേസ് പഠിച്ചു. കാഥോഡ് റേസിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡ് റേസ് എങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡിനോടും മാഗ്നറ്റിക് ഫീൽഡിനോടും ബിഹേവ് ചെയ്യുന്നത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കനാൽ റേസ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞത്, ഈ എങ്ങനെയാണോ കാഥോഡ് റേസ് ഇലക്ട്രിക് ഫീൽഡിനോടും മാഗ്നറ്റിക് ഫീൽഡിനോടും ബിഹേവ് ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കനാൽ റേസ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണല്ലേ എൻ്റെ അർത്ഥം. യെസ്. ഓക്കെ, സോ എന്താണ് അടുത്ത പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡിനോടും മാഗ്നറ്റിക് ഫീൽഡിനോടും എങ്ങനെയാണോ കാഥോഡ് റേസ് ബിഹേവ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കനാൽ റേസ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, മൂന്ന് പോയിന്റ്സും ക്ലിയർ ആയല്ലോ. എന്താ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി ഗ്യാസ് അല്ലേ. എന്താണ് കനാൽ റേസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ട്യൂബിനകത്തുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗ്യാസ് present inside the tube അല്ലേ. മൂന്നാമത്തെ കാര്യം എന്താണ്, they behave opposite to that of the cathode rays in electric and magnetic field. എങ്ങനെയാണോ കാഥോഡ് റേസ് ബിഹേവ് ചെയ്യുന്നത് അതിന് നേരെ തിരിച്ചാണ് നമ്മുടെ കനാൽ റേസ് ബിഹേവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ കനാൽ റേസ് തീർച്ചയായിട്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് എന്ന് മനസ്സിലായി അല്ലേ. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ എന്ത് വിളിച്ചു, പ്രോട്ടോണുകൾ എന്ന് വിളിച്ചു അല്ലേ. ന്യൂട്രോണുകളെ കുറിച്ച് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ന്യൂട്രോണുകൾ ഡിസ്കവർ ചെയ്തത് ആരാണ്, ചാഡ്വിക് ആണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് മുഴുവൻ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.